പെട്ടെന്നുള്ള സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ പെട്ടെന്നുണ്ടാകുന്നൊരു ദേഷ്യം മതിയാവും. നമ്മൾ ഈ ഒരു സമയത്ത് ഒന്ന് നിർത്തിവെക്കുക, ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് മാത്രം അടുത്തൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത സംസാരം തുടരാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്കപ്പം നിർത്തിയിട്ട് പിന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഉടനെ തന്നെ അവിടെ നിന്ന് വാക്കവേ. നമസ്കാരം, ഞാൻ ഡോക്ടർ പത്മശ്രീ KM, സർവാംഗ ആയുർവേദ, മുട്ടത്തറ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ദേഷ്യത്തിനെ പറ്റിയാണ്. പൊതുവേ നമുക്കറിയാം എല്ലാവർക്കും ദേഷ്യം വരും അല്ലേ? നിങ്ങൾ എപ്പോഴും ദേഷ്യമൊക്കെ വരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് പല പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുള്ള ആളായിരിക്കാം. ഇപ്പം നോർമലി നമുക്ക് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ് ദേഷ്യം. പക്ഷേ നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ പൊതുവേ നമ്മൾ ഈ ഒരു ദേഷ്യം നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ദേഷ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ ശരീരത്തിന് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അത് ശരീരത്തിനെ ഡൗൺ ആക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ദേഷ്യം വരുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മളത് നോക്കേണ്ടത്. പൊതുവേ നമുക്കറിയാം ദേഷ്യം നോർമലി നമുക്കുണ്ടാകുന്നൊരു ഇമോഷനാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണോ ഇത്ര ദേഷ്യമെന്നൊക്കെ. അല്ല, പൊതുവേ എല്ലാവർക്കും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ദേഷ്യം വരും. ചിലർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരായിരിക്കില്ല, ചിലർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ പലരും ഉണ്ടായിരിക്കാം, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടാത്ത ഒരാൾ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ദേഷ്യം വരുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊന്ന് ഡൈവേർട്ട് ആക്കാൻ ശ്രമിക്കുക. ആ ദേഷ്യം വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ആ ആളുമായി സംസാരിക്കുന്നത് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് മാറ്റാൻ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ BP കൂടാതിരിക്കാനും ഹാർട്ട് കുഴപ്പമില്ലാതെ പോവാനും നമ്മളെ സഹായിക്കും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണെന്ന് വയ്ക്കുക, നമ്മുടെ ഈ ഹാർട്ട് ബീറ്റൊക്കെ കൂടുകയും നമുക്ക് BP കൂടുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. പെട്ടെന്നുള്ള സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ പെട്ടെന്നുണ്ടാകുന്നൊരു ദേഷ്യം മതിയാവും. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ അത് നന്നായിട്ട് കുറയ്ക്കും. അതുപോലെ പെട്ടെന്നുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നൊരു ചേഞ്ച്, അതായത് നമുക്ക് ഡിസിഷൻ എടുക്കുമ്പോൾ തെറ്റിപ്പോവാം. ഈ ദേഷ്യത്തിലെടുക്കുന്നൊരു ഡിസിഷൻ നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മൾ പെട്ടെന്ന് തെറ്റിപ്പോവും. പിന്നെ അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് വളരെയധികം കൂടും. അപ്പോൾ ഈ ദേഷ്യം നമുക്ക് സാധാരണഗതിയിലുള്ള ഒരു ഇമോഷൻ ആണെങ്കിൽ പോലും അത് അൺകൺട്രോൾഡ് ആയിട്ട് വരുമ്പോഴാണ്, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ളൊരു ആങ്കർ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു പ്രശ്നമായിട്ട് എപ്പോഴും മാറുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ദേഷ്യത്തിലോട്ട് പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. അതുപോലെ പെട്ടെന്ന് നമ്മുടെ ശ്വാസത്തിൻ്റെ, അതായത് ബ്രീത്തിങ് റേറ്റ് പെട്ടെന്നായിട്ട് കൂടും. നമ്മൾ പെട്ടെന്ന് ശ്വാസം എടുത്ത് വിടാനുള്ള ആ ഒരു ടെൻഡൻസി കാണിക്കും. അതുപോലെ തന്നെ ചിലർ മുഷ്ടി ചുരുട്ടും, ചിലർ ഈ വോയിസ് ഭയങ്കരമായിട്ട് ലൗഡറായിട്ട് വോയിസ് പറയാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ചിലർ ഫേസ് ഡള്ളാവും, അല്ലെങ്കിൽ ഫേസ് പെട്ടെന്ന് ചുരുക്കിയിട്ട് അങ്ങനെ ഒരു ചിരിയൊക്കെ അങ്ങ് പോയിട്ട് ആ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ളൊരു മുഖം മാറും. അതുപോലെ തന്നെ നമ്മുടെ മസിൽ ഭയങ്കര ടൈറ്റൻ ആവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളിങ്ങനെ ഒരു ഞാൻ ദേഷ്യത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഇത് തിരിച്ചറിയാൻ ശ്രമിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഒരു 3-4 സെക്കൻഡെങ്കിലും ഒന്ന് പോസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മളിപ്പോൾ ദേഷ്യം വരുന്ന ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തർക്കമായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം. അപ്പോൾ ആ ഒരു 3-4 സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട്, അപ്പോൾ സംസാരിക്കേണ്ട, അപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ആലോചിച്ച് മാത്രം സംസാരിക്കുക. ആ നേരത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് പറയാനോ ശ്രമിക്കുന്നത് വഴി നമ്മളപ്പോൾ ദേഷ്യത്തിലോട്ട് വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങളപ്പോൾ ഒന്ന് പോസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതൊരു പോസ് ബട്ടൺ ടെക്നിക്ക് എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ ഈ ഒരു സമയത്ത് ഒന്ന് നിർത്തിവെക്കുക, ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് മാത്രം അടുത്തൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത സംസാരം തുടരാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ പോസ് ചെയ്തിട്ട് സംസാരിക്കുന്നത് വഴി നമ്മൾ ചിലപ്പോൾ ഈ വഴക്കൊക്കെ കൂടുമ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി വാക്കുകളൊക്കെ പലപ്പോഴും യൂസ് ചെയ്യും. അപ്പോൾ അത് കേൾക്കുന്ന ഒരാളിൽ വളരെയധികം വിഷമം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് പലതും വിളിച്ച് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പോസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റും. പിന്നീട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് അപ്പം നിർത്തിയിട്ട്
പിന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഉടനെ തന്നെ അവിടെ നിന്ന് വാക്കവേ, അതായത് നിങ്ങൾ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുക, അല്ലെങ്കിൽ ആ പെട്ടെന്ന് ആ ഒരു വ്യക്തിയിൽ നിന്ന് കുറച്ച് ഫിസിക്കൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതൊരു വഴക്കിലോട്ടോ അല്ലെങ്കിൽ ഒരു തർക്കത്തിലോട്ടോ അടിയിലോട്ടോ പോവാതിരിക്കാൻ നമ്മളത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ചെയ്യേണ്ടത് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ബാക്കി സംസാരിക്കാൻ ശ്രമിക്കുക, ഒന്ന് ആലോചിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിക്കളയുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാനും പറ്റും. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് മുഖം കഴുകാൻ ശ്രമിക്കുക. നല്ല തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് കഴുകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ BP ഒന്ന് കുറയും, ഹാർട്ട് ബീറ്റ് നോർമൽ ആവുകയൊക്കെ ചെയ്യും. ആ സമയത്ത് നമുക്ക് പെട്ടെന്നുണ്ടായ ആ ഒരു ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളാണ്, മൈന്യൂട്ട് കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ വരുമ്പോൾ ഇത് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഈ ദേഷ്യം വരുന്നത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ പറയാൻ കാര്യം. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ അറിയാത്തവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ടെക്നിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുക.